ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ്, അതുപോലെ തന്നെ അതിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡാണ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ്. അപ്പോൾ ഈ പ്രൈസിലുണ്ടാവുന്ന ഒരു മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുന്നു, അതാണ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിറ്റി. അപ്പോൾ അതിൻ്റെ ആ റെസ്പോൺസ് ഉണ്ടല്ലോ, ആ റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, രണ്ട് നമ്പർ ഓഫ് യൂസസ് ഓഫ് ദ കമ്മോഡിറ്റി, മൂന്ന് എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ദ കമ്മോഡിറ്റി, ഫോർ ഡിഗ്രി ഓഫ് നെസസിറ്റി, ഫൈവ് ലെവൽ ഓഫ് പ്രൈസ്, ടൈം. These are the important factors which have significant impact on price elasticity demand. First, availability of substitutes. ഓക്കെ, അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റിയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. ഓക്കെ, പ്രൈസ് കൂടിയാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ജനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഇലാസിറ്റിയിലുള്ള വേരിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. The most important determinant of price elasticity of demand is availability of close substitute. ഉദാഹരണം ടീ, കോഫി, അതേപോലെ. ഓക്കെ, the greater the number of close substitutes available for a commodity, the more elastic the demand for the commodity. അപ്പോൾ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ, അതാണ് ഒരു ഇലാസ്റ്റിറ്റിയെ തീരുമാനിക്കുന്നത്. എത്രത്തോളം പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ ഓരോ കമ്മോഡിറ്റീൻ്റെയും ഡിമാൻഡിലുണ്ടാകുന്ന റെസ്പോൺസിലുള്ള ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്പർ ഓഫ് അവൈലബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ, നമുക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന കമ്മോഡിറ്റീസ് മാർക്കറ്റിലുണ്ടെങ്കിൽ ഇലാസ്റ്റിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, the prices of the substitutes remain constant. A fall in price will lead the consumer buy to be less of the commodity. അപ്പോൾ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പ്രൈസ് കോൺസ്റ്റൻ്റ് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എ ഫാൾ ഇൻ പ്രൈസ്, ഒരു പ്രൈസ് കുറഞ്ഞാൽ വിൽ ലീഡ് ദ കൺസ്യൂമേഴ്സ് ടു ബൈ മോർ ഓഫ് ദ കമ്മോഡിറ്റി. അപ്പോൾ പ്രൈസ് അങ്ങനെയാണെങ്കിൽ നമ്മളെന്താണ്, പ്രൈസ് ഉണ്ടാവുന്ന ചെറിയൊരു കുറവ് കൂടുതൽ കൺസ്യൂമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ റൈസ് ഇൻ പ്രൈസ് വിൽ ലീഡ്സ് ടു കൺസ്യൂമേഴ്സ് ടു ബൈ ലെസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസ് കൂടുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് വളരെ കുറച്ച് എമൗണ്ട് വാങ്ങുള്ളൂ. ദസ് ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് മേ ബി ഇൻഇലാസ്റ്റിക് ഇഫ് ദർ ഇസ് ഓൺലി ഫ്യൂ അവൈലബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിൾ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ, ഫ്യൂ ആണെങ്കിൽ ഡിമാൻഡ് എപ്പം ഇൻഇലാസ്റ്റിക് ആയിരിക്കും, കൂടുതലാണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ അതിൽ കേട്ടോ. പിന്നെ നമ്പർ ഓഫ് യൂസസ് ഓഫ് എ കമ്മോഡിറ്റി. അപ്പോൾ നമുക്കൊരു കമ്മോഡിറ്റി വേരിയസ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ അതും ഇലാസ്റ്റിറ്റിയിൽ മാറ്റം വരും. ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് യൂസസ് ഓഫ് എ കമ്മോഡിറ്റി, ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ്. ഒരു സാധനം കൂടുതൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും. സപ്പോസ് കമ്മോഡിറ്റി എക്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെനി പർപ്പസ്, ഒരുപാട് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ അസ്യൂം ചെയ്താൽ എനി ചേഞ്ചസ് ഇൻ പ്രൈസസ് ഓഫ് എക്സ് വിൽ ലീഡ്സ് ടു, അല്ലെങ്കിൽ അങ്ങനെ കൂടിയാൽ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം അത് ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്തിൽ, ഡിമാൻഡിൽ. അപ്പോൾ ഇലാസ്റ്റിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, കൂടുതൽ ഉപയോഗം ഉണ്ടെങ്കിൽ. ഇഫ് എ കമ്മോഡിറ്റി ഹാസ് ഓൺലി എ ഫ്യൂ യൂസ്, കുറച്ച് ഉപയോഗങ്ങളേ ഉള്ളൂ ഒരു കമ്മോഡിറ്റിയാണ്, ഫ്യൂ യൂസസ് ആണ് ഉള്ളതെങ്കിൽ ഇറ്റ്സ് ഡിമാൻഡ് ഈസ് ലൈക്ലി ടു ബി ഇൻഇലാസ്റ്റിക്. അപ്പോൾ കുറച്ച് ഉപയോഗങ്ങളാണ് ഒരു കമ്മോഡിറ്റി കൊണ്ടുള്ളത് എങ്കിൽ അത് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ്, എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ദ കമ്മോഡിറ്റി. എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ദ കമ്മോഡിറ്റി, ദ ഗ്രേറ്റർ സ്പെൻഡ് ഓൺ എ കമ്മോഡിറ്റി, ദ ഗ്രേറ്റർ ഈസ് ഇൻ ഇറ്റ്സ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ ഓൺ ദ കമ്മോഡിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി. അപ്പോൾ നമ്മുടെ അപ്പോൾ ഇൻകം എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇഫ് അവർ എക്സ്പെൻഡിച്ചർ പെർസെൻറ്റേജ് ഓൺ കമ്മോഡിറ്റി ഈസ് ഗ്രേറ്റർ, അത് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, പ്രൈസ് ഇലാസ്റ്റിറ്റിയും അതുപോലെ തന്നെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ ദ സ്മാളർ ദ പെർസെൻറ്റേജ് ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ കമ്മോഡിറ്റി. അപ്പോൾ വളരെ കുറച്ചാണ്, കൂടുതൽ ചിലവാക്കുന്നില്ല, ചെറിയ എമൗണ്ടാണ് ഇൻകത്തിൻ്റെ പാർട്ട് ചിലവാക്കുന്നത് എങ്കിൽ ദ ഡിമാൻഡ് ലൈക്ലി ടു ബി ഇൻഇലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻകത്തു നിന്ന് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് ചിലവാക്കുന്ന ടെൻഡൻസി ഉണ്ടല്ലോ, അതൊരു ഫാക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തോത് കൂടുകയാണെങ്കിൽ ഇലാസ്റ്റിറ്റി കൂടുതലായിരിക്കും.
കുറവാണെങ്കിൽ ഇലാസ്റ്റിറ്റി കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിഗ്രി ഓഫ് നെസസിറ്റി. ഓക്കെ, നമ്മൾ നെസസിറ്റിയുടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദ ലെസ് നെസസറി കമ്മോഡിറ്റീസ് ആർ മോർ ഡിമാൻഡ് ഇലാസ്റ്റിക് വേറാസ് ഹൈ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആർ പ്രൈസ് ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ അത്ര കമ്മോഡിറ്റി എക്സ് എന്ന കമ്മോഡിറ്റിയുടെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് അത്ര നെസസറി അല്ല, അത് ലെസ് നെസസറി കമ്മോഡിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും, പെട്ടെന്ന് മാറ്റം വരും. പക്ഷെ അത് ഹൈലി എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആണെങ്കിൽ അത് പ്രൈസ് ഇലാസ്റ്റിറ്റി എപ്പോഴും ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അനദർ ലെവൽ ഓഫ് പ്രൈസ്. അപ്പോൾ ഇഫ് ദ റൂളിംഗ് പ്രൈസ് ഇസ് വെരി ഹൈ ദ ഡിമാൻഡ് ഈസ് ലൈക്ലി ടു ബി മോർ ഇലാസ്റ്റിക്. റൂളിംഗ് പ്രൈസ് വളരെ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ്, if the ruling price is very low, the demand is likely to be price inelastic. Ruling price കുറവാണെങ്കിൽ ഇലാസ്റ്റിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ലെവൽ ഓഫ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ്. നെക്സ്റ്റ്, ടൈം. ദ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വേരീസ് വിത്ത് ടൈം. ദ ലോങ്ങർ ദ ടൈം പീരീഡ് ദ മോർ ഇലാസ്റ്റിക് ഇസ് ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. അപ്പോൾ ടൈം പീരീഡ് ലോങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് പറയാൻ പറ്റും ഇലാസ്റ്റിക് ഡിമാൻഡ് മോർ ആയിരിക്കും. ദിസ് ഇസ് ബിക്കോസ് കൺസ്യൂമർ ടേക്ക് ടൈം ടു അഡ്ജസ്റ്റ് ദ ഫുള്ളി ടു സം പ്രൈസ് ചേഞ്ച്. അപ്പോൾ അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലോങ് പീരീഡ് ആണ് നമ്മുടെ പീരീഡ് എങ്കിൽ ലോങ് പീരീഡ് ഷോർട്ട് പീരീഡ് എക്കണോമിക്സിലെ രണ്ട് ടൈം പോയിന്റ് ആണ് ഷോർട്ട് പീരീഡ് ലോങ് പീരീഡ്. ഇപ്പോൾ ലോങ് പീരീഡ് ആണെങ്കിൽ കൺസ്യൂമേഴ്സ് വിൽ ഗെറ്റ് ഇനഫ് ടൈം ടു adjust fully to some price ചേഞ്ചിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ലോങ് റണ്ണിൽ. ഷോർട്ട് റണ്ണിൽ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ലോങ് റണ്ണിൽ എപ്പോഴും എന്തായിരിക്കും, പിന്നെ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അതാണ് ടൈം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി. ഇനി വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ്? ഇത് എസ്സേ ചോദിക്കാറുണ്ട്. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡും അതുപോലെ തന്നെ വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിറ്റി എങ്ങനെ നമുക്ക് മെഷർ ചെയ്യുക എന്നുള്ളത് ഇത് സാധാരണ ഇപ്പോൾ ഈ പഠിച്ച ഇന്നും ലാസ്റ്റ് ക്ലാസ്സും ഈ ക്ലാസ്സും വളരെ എസ്സേക്ക് 100% എസ്സേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഇത് പഠിക്കണം, ഇത് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ മെഷേഴ്സ്? അപ്പോൾ യൂഷ്വലി ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് മെഷറിങ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ്. 3 പ്രധാനപ്പെട്ട മെത്തേഡ്സാണ് എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറ് സാധാരണ പ്രൈസ് ഇലാസ്റ്റിറ്റി എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ള ചോദ്യത്തിൽ. ഫസ്റ്റ്, പെർസെൻറ്റേജ് മെത്തേഡ്. സെക്കൻഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. തേർഡ്, ഗ്രാഫിക് മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അതുപോലെ തന്നെ ഗ്രാഫിക് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് മെത്തേഡ് നോക്കാം. അപ്പം അക്കോർഡിംഗ് ടു ദ പെർസെൻറ്റേജ് മെത്തേഡ്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതാണ് പെർസെൻറ്റേജ് മെത്തേഡ്. വെരി സിമ്പിൾ. പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. How can we write with the help of equation? Elasticity demand is equal to delta Q by Q divided by delta P by P. This can be rewriting about delta Q by Q into P by delta P, which is equal to P by Q into delta Q by delta P. Okay. ഇതിൽ elasticity can be classified into 5 types based on the value of the elasticity coefficient. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂസിനനുസരിച്ച് നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ we will have 5 degrees of price elasticity demand. First, perfectly elastic demand. That means if the elasticity price change ഇൻഫിനിറ്റി ആണെങ്കിൽ ദ ക്വാണ്ടിറ്റി റെസ്പോൺസ് ഇനോർമസ്ലി ടു ചേഞ്ച് ഇൻ പ്രൈസ്. ചെറിയൊരു മാറ്റം പ്രൈസിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിന് അനന്തമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ എസ്റ്റിമേറ്റ് ചെയ്താൽ കിട്ടുന്നൊരു വാല്യൂ എന്താണ്? ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ,
അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. മറ്റൊരു വാല്യൂ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ്. ദാറ്റ് മീൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി എക്സീഡ്സ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാവുന്ന ഒരു മാറ്റം അതിനേക്കാൾ ഉയർന്ന മാറ്റമായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുക. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എക്സീഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായിരിക്കും. അതുകൊണ്ട് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പിന്നെ ഇലാസ്റ്റിക് ഡിമാൻഡ്. ദാറ്റ് മീൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1. സെയിം പെർസെൻറ്റേജ് ചേഞ്ച് 10% ചേഞ്ച് പ്രൈസിലുണ്ടായാൽ 10% ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാവും. ഒരേ പ്രൊപ്പോർഷനറ്റ് ചേഞ്ചാണ് പ്രൈസിലും ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടാകുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. പിന്നെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ദാറ്റ് മീൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഒരു പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചിനേക്കാൾ ചെറിയ പ്രൊപ്പോർഷനറ്റ് ചേഞ്ച് ആയിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡ് ബിക്കംസ് inelastic. In a perfectly inelastic demand, that means elastic demand is equal to 0. Quantity does not respond at all to the change in price. Price whatever be the price, quantity demand remain 0 അല്ലെങ്കിൽ no change. അതാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ these are the important way you can identify elasticity by applying the above equation. ഇനി next, expenditure method. Okay, price elasticity demand can be measured by using the expenditure outlay method. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ്, എങ്ങനെ ഈ മെത്തേഡ് അറിയും, എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി വിൽ അഫക്റ്റ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദ കമ്മോഡിറ്റി. പ്രൈസിലുണ്ടാകുന്ന മാറ്റം, ചെറിയൊരു ചേഞ്ച് ഉണ്ടല്ലോ, ആ മാറ്റം അത് ഓരോ കമ്മോഡിറ്റിയിലുള്ള എക്സ്പെൻഡിച്ചറിൽ മാറ്റം സംഭവിക്കും. ആ എക്സ്പെൻഡിച്ചർ നോക്കിയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി വിൽ അഫക്റ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ദ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയിലുള്ള നമ്മുടെ ചിലവാക്കുന്ന എമൗണ്ടിൽ ഉണ്ടാകുന്ന മാറ്റം അതിനെ മാറ്റം ഉണ്ടാക്കും. ഓക്കെ, പ്രൈസിലുണ്ടാകുന്ന മാറ്റം അത് എക്സ്പെൻഡിച്ചർ ഓൺ ദാറ്റ് കമ്മോഡിറ്റിയിൽ മാറ്റം ഉണ്ടാക്കുന്നു അല്ലേ. അത് നോക്കിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഈ ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് ഈക്വൽ പ്രൈസ് ടൈം ക്വാണ്ടിറ്റി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഇങ്ങനെ കാണാം, പി ഇൻറ്റു ക്യൂ. അതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഡിപ്പെൻഡിങ് ഓൺ ദ ഇഫക്റ്റ് ഓഫ് എ പ്രൈസ് ചേഞ്ച് ഓൺ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഈസ് ക്ലാസിഫൈഡ് ഇൻ 3 ടൈപ്പ്. അപ്പോൾ ഈ പ്രൈസിലുണ്ടാകുന്ന മാറ്റം ഓരോ കമ്മോഡിറ്റിയിലെയും എക്സ്പെൻഡിച്ചറിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുന്നു എന്ന് നോക്കിയിട്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ പ്രൈസിലുണ്ടാകുന്ന ഉണ്ടാക്കുന്ന മാറ്റം ഓരോ വ്യക്തികളും അവരുടെ ആ കമ്മോഡിറ്റിയിലുള്ള എക്സ്പെൻഡിച്ചറിൽ എത്രത്തോളം മാറ്റം വരുത്തുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് 3 ഡിഫറെൻറ്റ് വേസ് ആണ് നമുക്ക് കിട്ടുക. 3 ഡിഫറെൻറ്റ് ഇലാസ്റ്റിറ്റിയാണ് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഇലാസ്റ്റിക് ഡിമാൻഡ്, ദാറ്റ് മീൻ ഇലാസ്റ്റിറ്റി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പിന്നെ യൂണിറ്ററി ഇലാസ്റ്റിക്, ഈക്വൽ ചേഞ്ച് ആയിരിക്കും പ്രൈസിലും ഡിമാൻഡിലും. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1. ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡിൽ എന്താ പറയുന്നത്, ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക് when a decline in the price of commodity results in an increase in total expenditure and increase in the price leads to reduction in total expenditure. ക്ലിയർ ആണോ? അപ്പോൾ ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക് എന്ന് പറയണമെങ്കിൽ when a decline in the price of a commodity results an increase in expenditure. അപ്പോൾ ഡിമാൻഡ് ഈ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡാണ് പറയണമെങ്കിൽ എപ്പോഴും പ്രൈസിലുണ്ടാകുന്നൊരു ഡിക്ലൈൻ ഉണ്ടല്ലോ, അതെന്തിന് കാരണമാകും, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പ്രൈസ് കൂടിയാൽ അത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക് പ്രൈസ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പ്രൈസും ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ പ്രൈസും എക്സ്പെൻഡിച്ചറും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഇലാസ്റ്റിക് ഡിമാൻഡാണ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്.
അപ്പോൾ പ്രൈസ് ചേഞ്ച് എത്രത്തോളം എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. പ്രൈസ് കൂടിയാൽ എക്സ്പെൻഡിച്ചർ കുറയുന്നു, പ്രൈസ് കൂടിയാൽ എക്സ്പെൻഡിച്ചർ കൂടുന്നു. ഇങ്ങനത്തെ ഒരു റിലേഷൻ, ഓപ്പോസിറ്റ് അസോസിയേഷനാണ് നമുക്ക് കാണപ്പെടുന്നതെങ്കിൽ നമുക്ക് പറയാം ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറയാം. ഇനി യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് വെൻ എ ചേഞ്ച് ഇൻ പ്രൈസ് ഇറ്റ് മേ ബി റൈസ് ഓർ ഫാൾ. ഓക്കെ, പ്രൈസ് ചേഞ്ച് പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് പ്രൈസ് കൂടാം അല്ലെങ്കിൽ കുറയാം. ഡസ് നോട്ട് അഫക്റ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് അത് അഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് പറയാം. ഓക്കെ, പ്രൈസിലുണ്ടാവുന്ന വേരിയേഷൻ ഓരോ കമ്മോഡിറ്റിയിലും നമ്മൾ ചലിച്ചിട്ടുള്ള ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് യൂണിറ്ററി ആണെന്ന് പറയാം. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ക്യാൻ ബി കാൾഡ് ആസ് കോൺസ്റ്റന്റ് ഔട്ട്ലേ കർവ്. അപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിന് മറ്റൊരു പേരാണ് കോൺസ്റ്റന്റ് ഔട്ട്ലേ കർവ്. കോൺസ്റ്റന്റ് ഔട്ട്ലേ കർവ്, ദാറ്റ് മീൻ ഔട്ട്ലേ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മാറ്റമൊന്നും വരുത്താത്തൊരു കർവായിരിക്കും യൂണിറ്ററി ഇലാസ്റ്റിക്. ഓക്കെ, ബിക്കോസ് ദ ഔട്ട്ലേ ഓഫ് കൺസ്യൂമർ ഈസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ പ്രൈസസ്. പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ ഔട്ട്ലേ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എല്ലാ പ്രൈസിലും അത് തുല്യമായിരിക്കും, ഈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് ഈസ് അബൌട്ട് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. പിന്നെ നെക്സ്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ദാറ്റ് മീൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ 1. ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താം? ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക് വെൻ എ ഡിക്ലൈൻ ഇൻ ദി പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി results in a decline in total expenditures. An increase in price leads to increase in total expenditure. അപ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ അറിയാം? പ്രൈസ് കുറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പ്രൈസ് കുറഞ്ഞാൽ എക്സ്പെൻഡിച്ചറും കുറയും, പ്രൈസ് കൂടിയാൽ എക്സ്പെൻഡിച്ചറും കൂടും. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. അപ്പോൾ സെയിം ഡയറക്ഷനിലാണ് പ്രൈസും എക്സ്പെൻഡിച്ചറും മൂവ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ലെസ് ദാൻ 1 ആയിരിക്കും. പ്രൈസ് കൂടിയാൽ എക്സ്പെൻഡിച്ചർ കൂടും, പ്രൈസ് കുറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കുറയും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഡിമാൻഡ്, ഇഫ് ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ പ്രൈസ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ദാറ്റ് കം അണ്ടർ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഇതൊരു കർവിൻ്റെ വ്യത്യസ്ത പോയിന്റുകൾ, ഒരു കർവിലെ വ്യത്യസ്ത പോയിന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാം. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഡിഫറെൻറ്റ് അറ്റ് എവറി പോയിന്റ്. ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് അവർ ഡിമാൻഡ് കർവ്. ഇതിൽ OY ആക്സിസ്, OX ആക്സിസിൽ വി മെഷർ ക്വാണ്ടിറ്റി ഡിമാൻഡ്, OY ആക്സിസ് വി മെഷർ പ്രൈസ്. ഇനി elasticity at any point is the ratio of lower part of the straight line to the upper part. ഇതിലെ ഈ കർവ് ഉണ്ടല്ലോ, ഈ ഡിമാൻഡ് കർവ്, സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ്, ഈ ഡിമാൻഡ് കർവിലെ ഏതൊരു പോയിന്റും എന്ന് പറയുന്നത് ലോവർ പാർട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലോവർ പാർട്ട് ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ ടു ദി അപ്പർ പാർട്ട്. അത് ഈ ലോവർ പാർട്ടിൻ്റെ റേഷ്യോ ഡിവൈഡ് ബൈ അപ്പർ പാർട്ട്. ഇതാണ് ഇതിൻ്റെ ഓരോ പോയിന്റും. അപ്പം ഇലാസ്റ്റിസിറ്റി ഈസ് യൂണിറ്റി ആണെങ്കിൽ അറ്റ് ദ മിഡ് പോയിന്റ്, അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഈസ് യൂണിറ്റ് ആണ് എവിടെ? അറ്റ് ദ മിഡ് പോയിന്റ് ഉണ്ടോ? ആ കർവിൻ്റെ മിഡ് പോയിന്റിൽ യൂണിറ്റ് ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. യൂണിറ്ററി ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അത് ആ കർവിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, യൂണിറ്റ് അറ്റ് ദ മിഡ് പോയിന്റ് ബിക്കോസ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ എക്സാക്ട്ലി ഈക്വൽ ടു ദി അപ്പർ പാർട്ട്. അപ്പോൾ അതിൻ്റെ മിഡിൽ വരുന്നതാണ്, പിന്നെ മുകളിലും താഴെ ഒരേ രൂപത്തിലാണ്. അതുകൊണ്ട് അതാണ് മിഡ് പോയിന്റ്, അതാണ് യൂണിറ്റ് ഇലാസ്റ്റിക്. ഡിമാൻഡ് കർവ് ഈസ് ഇലാസ്റ്റിക് ആണ് എബോ ദ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റിന് മുകളിലുള്ള പോയിന്റൊക്കെ ഡിമാൻഡ് കർവ് ഇലാസ്റ്റിക് ആണ്. ക്ലിയർ ആണോ? ഇലാസ്റ്റിക് ആണ്. അതുപോലെ ഡിമാൻഡ് കർവ് ഈസ് ഇൻഇലാസ്റ്റിക് ബിലോ ഇറ്റ്സ് മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് താഴെയുള്ളതുണ്ടല്ലോ,
അത് ഡിമാൻഡ് കർവ് ഇൻഇലാസ്റ്റിക് ആണ്. ഓക്കെ, കർവ് ഇൻഇലാസ്റ്റിക് ആണ്. പിന്നെ അപ്പോൾ കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ഇൻഇലാസ്റ്റിക് എന്ന് പറയാൻ കാരണം ബിക്കോസ് അപ്പോൾ ഡിമാൻഡ് കർവ് ഈസ് ഇലാസ്റ്റിക് അബോവ് ദ മിഡ് പോയിന്റ്, അതാണ് നമ്മൾ പറഞ്ഞത്. അതിന് കാരണം എന്താ പറയുക, ബിക്കോസ് ദ ലോവർ പാർട്ട് ഈസ് ലോങ്ങർ ദാൻ ദ അപ്പർ പാർട്ട്. അതാണ് ലോങ്ങർ പാർട്ട് ഈസ് അപ്പർ പാർട്ട്. പിന്നെ അതുപോലെ ഡിമാൻഡ് കർവ് ഈസ് ഇൻഇലാസ്റ്റിക് ബിലോ ഇറ്റ്സ് മിഡ് പോയിന്റ് താഴെ ഇൻഇലാസ്റ്റിക് ആണ്. കാരണം ബിക്കോസ് ദ ലോവർ പാർട്ട് ഈസ് ഷോർട്ടർ ദാൻ അപ്പർ പാർട്ട്. ഓക്കെ, അപ്പം ഇനി അടുത്ത പറയുള്ളത് ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻഫിനിറ്റ് അറ്റ് ദ പോയിന്റ് വേർ ദ ഡിമാൻഡ് കർവ് ദ വൈ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ആക്സിസ്. അപ്പോൾ ഇലാസ്റ്റിറ്റി ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് ആ അപ്പർ പാർട്ടിൽ കണ്ട നിങ്ങൾ ആ വൈ ലൈനെ കണക്ട് ചെയ്യുന്ന ടച്ച് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്താണ് ഇൻഫിനിറ്റ് എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഈസ് സീറോ എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് വേർ ദ ഡിമാൻഡ് കർവ് കട്ട് ദ എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ എക്സിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈസ് ഈക്വൽ ടു സീറോ, അതാണ് ഇൻഫിനിറ്റ്. ഓക്കെ, അപ്പോൾ ഈ കർവ് നോക്കൂ, നോട്ട് ഇൻഫിനിറ്റ്, ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇൻഫിനിറ്റ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് എവിടെ നോക്കൂ, ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് മിഡ് പോയിന്റിൻ്റെ അപ്പർ പാർട്ട്. യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുന്നത് മിഡ് പോയിന്റ്. ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് മിഡ് പോയിന്റിനും താഴെ ഭാഗത്തിൻ്റെയും ഇടയിലുള്ളത് ഇൻഇലാസ്റ്റിക്. പിന്നെ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ ടാൻജൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന പോയിന്റിൽ. ഓക്കെ, താങ്ക് യു.